ആരൊക്കെയോ വരുന്നു, നമ്മളോട് വില പേശുന്നു, നമ്മൾ ചെയ്യുന്നു, അവർ പൈസ വാങ്ങുന്നു, പോകുന്നു. ചുമ്മാന്തും കടിക്കും, ഉപദ്രവിക്കും. തെരുവിൽ നിൽക്കുന്ന ഒരു സെക്സ് വർക്കറെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് പണം സമ്പാദിക്കുന്ന ഒരു കാര്യമല്ല. ഇവര് ആസ്വദിക്കാനായിട്ട് വരുന്നവരാ. അത് അവര് ചോദിക്കുന്ന നമ്മൾ കൊടുക്കണം. രാത്രി ഒരു 10 മണി ഇരുട്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്കൊക്കെ ഫിയറൊക്കെ വരും. ഒറ്റയ്ക്ക് ഇങ്ങനെ രാത്രിയൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് അത് ഈസി ആയിട്ടുള്ളൊരു ജോബേ അല്ല. ഒരു ദിവസം എന്തായാലും ഒരു 5-6 പേര് നമ്മൾ കാണേണ്ടി വരില്ലേ? അപ്പോൾ ഒരു മാസം എത്ര പേരായിരിക്കും? ഇവരെ ഈ പാലത്തിനടിയിൽ കാണാം, ആ പാലത്തിനടിയിൽ കാണാം. ലൈക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളുടെ വീഡിയോയുടെ അടിയിൽ പോലും ഇങ്ങനത്തെ കമന്റ്സ് വരും. അപ്പോൾ ശരിക്കും അത് വിഷമമുള്ള കാര്യമല്ലേ? എറണാകുളത്താണെങ്കിൽ ഇവർ ഈ പറയുന്നത് സൗത്തോ അല്ലെങ്കിൽ പാലാരിവട്ടം പാലോ ഇതൊക്കെയാണ് അവർ പറയുന്നത്. ട്രിവാൻഡ്രത്താണെങ്കിൽ തമ്പാനൂരോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവർ പറയുന്നത്. ഇന്ന പാലത്തിൻ്റെ അവിടെ കണ്ടു എന്ന് എന്നെ കമൻറ്റ് ഇടണമെങ്കിൽ അയാൾ ആ പാലത്തിൻ്റെ അവിടെ ആ സമയത്ത് വന്ന് എന്നെ കണ്ടിട്ടുണ്ടായിരിക്കണം. എനിക്ക് വസ്ത്രം വേണം, എനിക്ക് ഭക്ഷണം കഴിക്കണം, എനിക്ക് പുറത്തോട്ട് പോകാൻ യാത്രയ്ക്ക് ചിലവ് വേണം, എൻ്റെ മരുന്നുകൾ, ഹോർമോൺസ്, എനിക്ക് മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്, ലേസർ പോലുള്ള ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പണം വേണം. ഇതൊന്നുമില്ലാത്ത ഞാൻ ഇങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നത് അത് സുഖത്തിന് വേണ്ടിയിട്ടല്ല. ഹലോ ആൻഡ് വെൽക്കം ടു ഗ്ലോബൽ വില്ലേജ് നെറ്റ്വർക്ക്. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ശീതൽ ശ്യാമാണ്. വെൽക്കം. താങ്ക് യു. ഹായ് മമ്മി, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഈ എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ അവൈലബിൾ ആകുന്ന, അതായത് നോ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളുകൾ എപ്പോഴും ഫേസ് ചെയ്യുന്നത് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒരു അടി കിട്ടുന്ന സമയത്താണ്. അത് കിട്ടാറുണ്ടോ ലൈഫില്? അല്ല, ഇപ്പം ലൈഫിൽ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തിട്ടാണ് വന്നത്. അപ്പം പുതിയ ഇപ്പം പ്രസൻ്റ്ലി നമ്മൾ ലൈഫിനെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായാൽ അത് നമുക്ക് ഏൽക്കില്ല എന്നുള്ളതാണ്. വലുത് മറികടന്ന് അതെ അതെ, ഡെഫിനറ്റ്ലി അതിലും വലുത് നമ്മൾ സഹിച്ച് ബുദ്ധിമുട്ടിയൊക്കെ വന്നതാണ്. അപ്പം ഇത് അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് എപ്പോഴും അതായത് വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 2 ട്രോളെങ്കിലും ഏറ്റുവാങ്ങുന്ന ഒരാളാണ് അല്ലേ? അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും ഒരു വർഷത്തിൽ എയറിലോട്ട് പോകും. അപ്പം ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട്. പലപ്പോഴും പോസ്റ്റൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് എല്ലാം ഒരു ഫണ്ണായിട്ട് എടുക്കുന്ന ആളായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇങ്ങനെ ഇത് എൻജോയ് ചെയ്യാറാണോ അത് എപ്പോഴെങ്കിലും വിഷമിക്കാറുണ്ടോ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്? ഇല്ല, ഇപ്പം നമ്മൾ ഈ ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെ വളരെ കൃത്യമായി തന്നെ വളച്ചൊടിക്കാനുള്ള മറ്റാളുകളുടെ സ്വഭാവ സവിശേഷത നമുക്കറിയാം. അപ്പം ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഇപ്പോഴത്തെ കറണ്ട് സെനാരിയോയിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് ഒത്തിരി പേരെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ആവുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ശരീരത്തെ, എൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ എൻ്റെ സമുദായത്തെ ഇതിനെയൊക്കെ കളിയാക്കിക്കൊണ്ടാണ് ഇവർ ട്രോൾ ചെയ്യുന്നത്. അപ്പം അത് പല ഇൻഫ്ലുവൻസർമാർ അവർ ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ചെയ്ത് അവർ പണം സമ്പാദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അവർ വിചാരിക്കും ഞാൻ ഇങ്ങനെ ട്രോളിലൊക്കെ എൻ്റെ ചിത്രത്തെ, എൻ്റെ ഐഡൻറ്റിറ്റിയൊക്കെ മോശമായി ചിത്രീകരിക്കുമ്പോൾ എനിക്കെന്തോ വിഷമാവും, സങ്കടമാവുന്നു. പക്ഷേ ഐ തിങ്ക് എനിക്ക് കുറച്ചുകൂടി റീച്ചാണ് കിട്ടുന്നതെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിച്ച് തുടങ്ങിയത് 2007 സമയങ്ങളിലാണ്. ഞാനത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയത് എൻ്റെ ചിത്രങ്ങളിടാനാണെന്ന് മാത്രമായിരുന്നു എൻ്റെ ധാരണ. പിന്നെ ഞാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എഴുതി തുടങ്ങി, വിഷമങ്ങൾ എഴുതി തുടങ്ങി. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി മെച്യൂരിറ്റി ഉള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് കിട്ടുന്നത്. ഒത്തിരി എഴുത്തുകാർ, സാമൂഹ്യ പ്രവർത്തകർ, ജേർണലിസ്റ്റുകളൊക്കെ. അപ്പം അങ്ങനെ എഴുതുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാതൃഭൂമിയിൽ കോളം റൈറ്ററായി മാറാൻ പറ്റിയത്. അപ്പം മനില മാതൃഭൂമിയിലുള്ളപ്പോഴാണ് ശീതൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ റൈറ്റപ്പ് ചെയ്യുമ്പോൾ അത് ഒത്തിരി പേർക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. ശീതള അപ്പം മാതൃഭൂമിയിൽ എഴുതിക്കൂടെ എന്നുള്ള ചോദ്യം ചോദിച്ചതും അങ്ങനെ. അപ്പം അങ്ങനെ ഉപയോഗിച്ച് വന്ന ആളാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിക്കുന്ന എൻ്റെ അഭിപ്രായം പറയാനാണ്. അപ്പം അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ കറണ്ട് രാഷ്ട്രീയം അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ആ രാഷ്ട്രീയത്തെ എപ്പോഴും
പരിഹാസ രൂപേണയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഞാൻ അതിനെ ഉപയോഗിക്കും. അപ്പം അത് പലർക്കും ഹേർട്ടാവും, അവരത് ട്രോളായിട്ട് ഉപയോഗിക്കും. ബട്ട് എനിക്കത് യാതൊരു പ്രശ്നമില്ല. ഇപ്പം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ ഇപ്പം നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ളവരെയും ട്രാൻസ് കമ്മ്യൂണിറ്റീനെയും, അതായത് ക്യൂർ മനുഷ്യന്മാരെ ഒരു അത്യാവശ്യം നല്ല ആളുകൾ അക്സെപ്റ്റഡ് ആയിട്ട് ഒരുപാട് വന്നൊരു ടൈം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 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 കുറച്ച് വർഷങ്ങൾക്ക്, അത് 2-3 വർഷം മുമ്പ് മുതൽ അതിൽ നിന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് ഒരു ഹ്യൂജ് അറ്റാക്ക് ഉണ്ടാവുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഈ ഒരു ചേഞ്ച് എങ്ങനെ ഉണ്ടായി ഒരു വിലയിരുത്തുന്നത്? അല്ല, ഒന്ന് നമ്മൾ ഇൻവിസിബിൾ ആയിരുന്ന ആളുകൾ വിസിബിൾ ആവുന്നത് വളരെ പുതിയ കാലത്താണ്. അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, അവർ ടെക്നോളജി ഉപയോഗിക്കുന്നത്, അവർ പ്രൊഫൈൽ ഉണ്ടാക്കുന്നത്, അവർ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത്, ഇവൻ വ്ളോഗേഴ്സായിട്ടും ഇവൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായിട്ടൊക്കെ ഒത്തിരി പേര് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി പേര് അങ്ങനെ അച്ചീവ് ചെയ്തവരുണ്ട്. അവരുടെ ലൈഫിൽ അവർ വളരെ സ്ട്രഗിൾ ചെയ്ത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളാവുന്നു, ഫാഷൻ മോഡലാവുന്നു, സിനിമാ നടികളാവുന്നു, ന്യൂസ് റീഡേഴ്സ് ആവുന്നു, ഇവൻ ഐ തിങ്ക് ബോഡി ബിൽഡർ ആവുന്നു, ട്രാൻസ് മെമ്പറായിട്ടൊക്കെ. അത് ഈ പുതിയ സമൂഹത്തിന് അത് പുതിയ കാഴ്ചയാണ്. അപ്പം അത് ആ കാഴ്ചയെ ഇഷ്ടപ്പെടുന്നവരും ആ കാഴ്ചയെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരൊക്കെ ആയിട്ടുള്ള വലിയൊരു സമൂഹമുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇവർക്ക് ഇവരെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ഇവരെ 2 തെറി വിളിക്കണം, ഇവരെ കുറ്റം പറയണം, അങ്ങനെ ആലോചിച്ച് വരുന്ന മനുഷ്യരാണ് ഈ പറയുന്ന ഈ ഹ്യൂജായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇത്തരം ആളുകളെ കമൻറ്റിലൂടെയും ട്രോളുകളിലൂടെയൊക്കെ തെറി പറയുകയും കളിയാക്കുകയും ചെയ്താൽ ഇവർ പിന്നോട്ട് നിൽക്കും, ഇവർ സോഷ്യൽ മീഡിയ പൂട്ടിപ്പോകും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. തെറ്റാണ്. ബട്ട് നമുക്കത് വളരെ നിസ്സാരമായിട്ട് പറയാം, പക്ഷേ ഇത് വളരെ ദൃശ്യതയുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജിൽ പോകുന്ന 2, 3, 4, 5 വർഷം മുമ്പ്, അപ്പോൾ അവിടെ പ്രൈഡിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആ കോളേജിലെ സ്റ്റാഫും ടീച്ചേഴ്സും സ്റ്റുഡൻസൊക്കെ കൂടി യൂണിയനൊക്കെ കൂടി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണം. നമ്മുടെ കൈപ്പത്തികൾ പല കളറിൽ പെയിൻറ്റിൽ മുക്കി അവിടെ വൈറ്റ് വാളിൽ നമ്മൾ പതിക്കുകയാണ്. അതിന് ഹാപ്പി പ്രൈഡ് എന്നുള്ള രീതിയിൽ ആ പ്രോഗ്രാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം അവിടുത്തെ മറ്റൊരു യൂണിയൻ ആളുകൾ അത് ചെന്ന് കറുത്ത പെയിൻ്റ് അടിച്ച് മായ്ക്കുകയും ഇത്തരം ആളുകളിൽ നിന്നും കോളേജിൽ ഇൻവൈറ്റ് ചെയ്യരുത് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരമൊക്കെ ഉണ്ടായി. സോഷ്യൽ മീഡിയയിൽ അവരത് എഴുതിയിടുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് മഹാരാജാസ് കോളേജ് പോലുള്ള വലിയൊരു സ്ഥാപനത്തിലും ഇത്തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് അവിടെ ഒരു സെമിനാറിന് പോയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. മാമിനോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, ഇപ്പോൾ കോളേജിനെ അധിക്ഷേപിക്കാനായിട്ടൊക്കെ നമ്മുടെ പേര് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ് ശീതൽ, നമ്മുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നു, നമ്മൾ എന്താ പറയുക ഇത് ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഗതികേട് വന്നത് നമുക്ക് പോലീസ് കംപ്ലൈൻറ്റ് വരെ കൊടുക്കേണ്ടി വന്നു. അതായത് ഇത്തരം ഹ്യൂജായിട്ടുള്ള അറ്റാക്കിന് വേണ്ടി ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ക്യാമ്പസിലെ പ്രിൻസിപ്പൾ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. ഇത്തരം മനുഷ്യരെ അധിക്ഷേപിക്കുന്നു, കളിയാക്കുന്നു, അവരെ ത്രെട്ടണിങ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വരെ അവർക്ക് തയ്യാറാവാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഒന്ന് ഫണ്ടഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. ഇത്തരം ആളുകളെ കളിയാക്കുകയും അതിനുവേണ്ടി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഫണ്ടഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവർക്കെതിരെ നമ്മൾ കോർട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെ ആ ഹാൻഡിലുകളൊക്കെ പൂട്ടിപ്പോയി. ചിലർക്കെതിരെ കേസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. അവസാനം അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഇല്ലാണ്ടായി നമ്മളങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴും വലിയൊരു വിഭാഗം ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു നമുക്ക് മാത്രമല്ല സ്ത്രീകൾക്കെതിരെയും പറയുമ്പോൾ ഉണ്ട്, സ്ത്രീകൾക്കെതിരെ സ്റ്റോറി പറയുമ്പോഴും ഉണ്ട്. അങ്ങനെ ഈ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏതൊരു ക്യൂർ വ്യക്തികളുടെ അല്ലെങ്കിൽ ഏതൊരു ട്രാൻസ് വുമൻ്റെ വീഡിയോ ആണെങ്കിലും അവരെ കളിയാക്കാനായിട്ട് എല്ലാവരും നല്ല ഒരു കുറച്ച് പേരെങ്കിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആരെ കണ്ടാലും ഇടുന്നതാണ്, ഇവരെ നൈറ്റ് ഇവിടെ കാണാൻ പറ്റും, ഇവരെ ഈ പാലത്തിനടിയിൽ കാണാം, ആ പാലത്തിനടിയിൽ കാണാം. ലൈക്ക്
ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളുടെ വീഡിയോയുടെ അടിയിൽ പോലും ഇങ്ങനത്തെ കമന്റ്സ് വരും. അപ്പൊ ശരിക്കും അത് നമ്മൾ ചെയ്യാത്തൊരു കാര്യം അങ്ങനെ പറയുമ്പോഴേക്കും അത് ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ? അല്ല, വിഷമത്തിൻ്റെ അല്ല, എനിക്ക് ആ ആളുകളെ കുറിച്ച് ഓർത്താണ്. ഒന്ന് ഇത്തരം ക്രൂസിങ് സൈറ്റുകളെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഒന്ന് കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് ക്രൂസിങ് സൈറ്റ് ഉണ്ട്. പക്ഷേ ഈ പറയുന്ന കമൻറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാമല്ലോ അവിടെ വരുന്നത്. ഇപ്പം എന്നെ ഇന്ന പാലത്തിൻ്റെ അവിടെ കണ്ടു എന്ന് എന്നെ കമൻറ്റ് ഇടണമെങ്കിൽ അയാൾ ആ പാലത്തിൻ്റെ അവിടെ ആ സമയത്ത് വന്ന് എന്നെ കണ്ടിട്ടുണ്ടായിരിക്കണം. അതെ. അപ്പം അത്തരം ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ അവരവരുടെ ഭാവനയിൽ ഇത്തരം ആളുകളെ എന്തെങ്കിലും ത്രട്ടണിങ് ചെയ്യണം എന്നുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരത് ചെയ്യുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അവർ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്. അത് ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രൊഫൈലുണ്ട്. അത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പറയുമായിരിക്കും ഇവർ. ഇപ്പം കോഴിക്കോട് ജില്ല എടുക്കുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്തെ ഇവർ പറയും. എറണാകുളത്താണെങ്കിൽ ഇവർ ഈ പറയുന്നത് സൗത്തോ അല്ലെങ്കിൽ പാലാരിവട്ടം പാലോ ഇതൊക്കെയാണ് അവർ പറയുന്നത്. ട്രിവാൻഡ്രത്താണെങ്കിൽ തമ്പാനൂരോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവർ പറയുന്നത്. ഒന്നാമത് കമ്മ്യൂണിറ്റി അവിടെ കാണും, ഇവരും അവിടെ വരാറുണ്ട്. അപ്പം മനുഷ്യന്മാരവിടെ വരും, അതിനെന്തിനാണെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പം അത് ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫാണ്. അവരങ്ങനെ ആ ലൈഫിലേക്ക് പോവാതിരിക്കാനോ അവർക്ക് അങ്ങനെ ലൈഫ് തിരഞ്ഞെടുക്കാതിരിക്കാനോ സിസ്റ്റം എന്ത് ചെയ്തു എന്നുള്ളതും കൂടി ആലോചിക്കണമല്ലോ. അതെ. ഒന്ന് സിസ്റ്റം ഒന്നും ചെയ്യാതെ അവരവിടെ നിൽക്കുന്നതിൻ്റെ ഗതികേടിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇവരിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അവർക്ക് പോയി അവിടെ ജീവനോപാധി ഉണ്ടാക്കി കൊടുക്കുന്നതും. ഇങ്ങനെ സിസ്റ്റം ചേഞ്ച് ആവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാതെ ഒരു തൊഴിലും ചെയ്യാതെ മരിച്ചു പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും ഈ പറയുന്ന പോലെ തൊഴിൽ, അതായത് നമുക്കിങ്ങനെ ഒരുപാട് തൊഴിൽ വാഗ്ദാനങ്ങളൊക്കെ പലരും പറയാറുണ്ടായിരുന്നു. ശരിക്കും ഈസി ആണോ ഒരു ജോബ് കിട്ടാനായിട്ട്? ഇപ്പം നമ്മൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇപ്പം നിങ്ങളെപ്പോലെയുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് കാണുന്നത്. ഇതല്ലാണ്ട് ഭയങ്കര സാധാരണമായിട്ട് സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ, വളരെ താഴ്ന്ന ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരും ഉണ്ട്. അല്ല, ഒത്തിരി പേരുണ്ട് ഈ ലൈഫ് സ്ട്രഗിളോട് കൂടി ജീവിക്കുന്നത്. ഇപ്പം സെലിബ്രിറ്റികൾ എന്ന് പറയുന്നവർ പോലും പലരും വളരെ ബുദ്ധിമുട്ടിക്കായിരിക്കും ജീവിക്കുന്നത്. എല്ലാവർക്കും ആ ലൈഫ് അപ്പം നമുക്ക് പണം മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി സിസ്റ്റം ഇല്ലാത്തടത്താണ് പല ആളുകളും. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള പല സെലിബ്രിറ്റികളും ഫാമിലി അറ്റാച്ച്ഡ് ഒന്നും അല്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. അവർ ഓരോ ദിവസവും തങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. അപ്പോൾ ഇതൊരു സ്ട്രഗ്ലിങ് ലൈഫാണ് മിക്കവരെ സംബന്ധിച്ചിടത്തോളം. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ആ ഏരിയ നമ്മൾ കണ്ടെത്തണം, എങ്ങനെയാണ് നമുക്ക് സ്ട്രഗിൾ ചെയ്യാതെ മാനസികാരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ താഴെത്തട്ടിലുള്ള പലർക്കും ഇപ്പോഴും അവരാരാണ്, അവരുടെ ലൈഫ് എന്താണ്, അവരെങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെയാണ് ഈ സൊസൈറ്റിയിൽ വളരെ ഉത്തരവാദിത്വപരമായി ജീവിക്കേണ്ടതൊന്നും അറിയാത്ത ആളുകളാണ്. അവരെ അവയർനെസ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് യാതൊരു മാർഗവുമില്ല. പക്ഷേ എന്നിരുന്നാലും അവരൊക്കെ സ്ട്രഗിൾ ചെയ്ത് തന്നെ പോകുന്നുണ്ട്, അവർ വളരെ ബുദ്ധിമുട്ടി തന്നെ പോകുന്നുണ്ട്. അത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിത സാഹചര്യത്തിൽ അവർ ജീവിക്കുന്ന ഘട്ടങ്ങളിൽ അവർക്കുണ്ടാവുന്ന പലതരം സ്റ്റിഗ്മ അത് തന്നെയാണ് നമ്മളും അനുഭവിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൊസൈറ്റി നമുക്ക് അങ്ങനെ ഒരു എൻവോൾവ്മെൻറ്റ് തന്നിട്ടില്ല. ഇങ്ങനെ ഒരു ജീവിക്കാനുള്ള സാഹചര്യം, ഒരു അനുകൂല സാഹചര്യം. എപ്പോഴും ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സൊസൈറ്റിക്കുള്ളിലാണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത് എന്നുള്ളതും ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രഗ്ലിങ് ലൈഫോട് കൂടി നമ്മൾ ജീവിക്കുക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതെല്ലാ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അതിൽ താഴെത്തട്ടിലുള്ളവരെന്നോ ഈ പറയുന്ന സെലിബ്രിറ്റി മോഡിൽ നിൽക്കുന്നവരെന്നോ ഇൻഫ്ലുവൻസറെന്നോ ഒന്നുമില്ല. അപ്പോൾ എന്നെ നിങ്ങൾക്ക് ഇവിടെ അറിയത്തുള്ളൂ, പക്ഷെ ഞാൻ ഏതെങ്കിലും ഒരു റൂറൽ ഏരിയയിലൊക്കെ പോവുകയാണെങ്കിൽ എന്നെ ആർക്കും അറിയത്തില്ല. ഈവൻ ഞാനിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ പോലും എന്നെ ആരെങ്കിലുമൊക്കെ സംസാരിക്കും എന്തെങ്കിലും. ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത് യൂബറിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. പേരെന്താ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എന്താ ചെയ്യുന്നത്, അങ്ങനെ പലതരം കാര്യങ്ങൾ പേഴ്സണൽ ലൈഫ് ഉൾപ്പെടെ അവരോട് ഷെയർ ചെയ്യാൻ നിർബന്ധിതരാവുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ നമ്മളിൽപ്പെട്ട ഒത്തിരി പേർക്ക് ഇപ്പം ഈ താഴെത്തട്ടിലുള്ളവർക്ക് ഈ പറയുന്ന
ഒരു ഗുഡ് ലൈഫ് അവർക്ക് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അവരതിന് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം നേരത്തെ തൊഴിലിൽ നിന്ന് പറഞ്ഞതുപോലെ തൊഴിൽ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ തൊഴിൽ സെക്ടറുകൾ നോക്കൂ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളല്ലാതെ ഒരു ഗവൺമെൻറ് ജോബിൽ വർക്ക് ചെയ്യുന്ന എത്ര പേര് നമുക്ക് കാണാൻ സാധിക്കും? പോട്ടെ, ഇപ്പം വ്യവസായ മേഖലയിൽ എത്ര പേരുണ്ടാവും? ഇപ്പം ടെക്സ്റ്റൈൽ എടുക്കുകയാണ്, തുണി വിൽപ്പനശാലകൾ, ജ്വല്ലറീസ്, ഇതൊക്കെയാണ് കുറച്ചും കൂടി കൂടുതലുള്ള നമ്മളെ സോഷ്യലൈസ് ചെയ്യുന്ന ഇടങ്ങൾ. അവിടെ ഒന്നും നമുക്ക് അവരെ കാണാൻ പറ്റില്ല. മെട്രോയിൽ കുറച്ച് പേര് ജോലി ചെയ്യുന്നുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട് കുറച്ച് പേര് ജോലി ചെയ്യുന്നുണ്ട്. കൂടുതലും നമ്മൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടും ആ രീതിയിൽ പോകുന്നവരാണ്, ഇൻഡസ്ട്രിയാണ് കൂടുതൽ കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ IT-യിൽ കുറച്ച് പഠനം നേടിയവരാണ് കുറച്ചും കൂടി IT-യിലുള്ളവർ. അല്ലാതെ നമുക്ക് അങ്ങനെ വലിയ തൊഴിലെടുക്കുന്ന ആളുകളൊന്നും ആയിട്ട് നമുക്ക് വരെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിറ്റിയിൽ അത്തരം ആളുകളില്ല. കൂടുതൽ പേരും സെക്സ് വർക്കാണ്, ലൈംഗിക തൊഴിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ വർക്കിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഇതിനെയും മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ ഇല്ലേ? അതായത് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അല്ലാണ്ട് തന്നെ ജസ്റ്റ് ഈ പൈസ എങ്ങനെയും ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാറില്ലേ? ഇതൊരു തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. പലരും ഇപ്പം കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ തന്നെ വീഡിയോ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നത്. സത്യത്തിൽ ഇത് മിസ്യൂസിങ് അല്ല. ഇപ്പോൾ ഒരു ലൈംഗിക തൊഴിൽ ചെയ്യുന്ന ആള് അവർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ജോബല്ല, വളരെ റിസ്കി ആയിട്ടുള്ളൊരു ജോബാണ്. രാത്രി ആരും ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. എത്ര പേരെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും? അതിൽ പോലീസ് ഉണ്ടായിരിക്കും, ഗുണ്ടകളുണ്ടായിരിക്കും, ഒന്നും ചെയ്യാൻ മടിക്കാത്ത ആളുകളുണ്ടായിരിക്കും. ഇപ്പോഴത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ ദിവസവും ഓരോ വാർത്തകളെ കേൾക്കുന്നത്, പ്രത്യേകിച്ച് ക്രൈംസ്. ഇന്ന് തന്നെ സുഹൃത്തായിട്ടുള്ള ഒരാളെ അടിച്ചു കൊന്നു, 2 പേര്, അത് നടു റോട്ടിൽ വെച്ചിട്ട് ട്രിവാൻഡ്രത്ത്. അപ്പം ക്രൂസിങ് സൈറ്റുകൾ ഇത്തരം പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവും. പിന്നെ ഇതിനൊക്കെ നമ്മൾ അഭിമുഖീകരിക്കണം. അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. രാത്രി ഒരു 10 മണി ഇരുട്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്കൊക്കെ ഫിയറൊക്കെ വരും. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ രാത്രിയൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് അത് ഈസി ആയിട്ടുള്ളൊരു ജോബേ അല്ല. ഇനി ഇവർ ആസ്വദിക്കാനായിട്ട് വരുന്നവരാ, അത് അവർ ചോദിക്കുന്ന സെക്ടറിന് നമ്മൾ കൊടുക്കണം, അതും അത്ര ഈസി അല്ല. പിന്നെ ഇതിൽ ഒരു ബാർഗെയിനിങ് ഒന്നുമില്ല, പൈസ ഇന്നതാണ്, അതിനൊരു ക്രൈറ്റീരിയ ഒന്നുമില്ല. ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ, എനിക്ക് മാസമാണോ ഡെയിലി ആണോ വീക്കെൻഡാണോ വേജ് തരുന്നത് എന്നുള്ളത്, എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം, എൻ്റെ ട്രാവലിംഗ്, എൻ്റെ ജോലിയുടെ സമയം, ഇതൊക്കെ ഒരു ഘടനയുണ്ട്. ഇതിനൊരു ഘടനയില്ല. ആരൊക്കെയോ വരുന്നു, നമ്മളോട് വില പേശുന്നു, നമ്മൾ ചെയ്യുന്നു, അവർ പൈസ വാങ്ങുന്നു, പോകുന്നു. അപ്പം എല്ലാവരും വിചാരം ഇത് ഈസി മണി. പിന്നെ അത് നിൽക്കുന്ന ആളുകൾക്ക് അറിയില്ല അതിൻ്റെ തീവ്രത. പല മനുഷ്യന്മാരായിട്ട് നമ്മൾ ഇടപഴകേണ്ടി വരും. അവരിൽ നിന്ന് രോഗങ്ങൾ വരാം, ഇൻഫെക്ഷൻസ് വരാം, പലതരം ഡിസീസുകൾ വരാം നമുക്ക്. ഇതിൽ മദ്യപിച്ചവരുണ്ടാവും, ഡ്രഗ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇവിടെ ഒന്നും സ്വഭാവ സവിശേഷത ഒരുപോലെ ആയിരിക്കണം എന്നില്ല. പല രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് നമ്മൾ വിധേയരാവാം. പിച്ചും മാന്തും കടിക്കും, ഉപദ്രവിക്കും. അത് ഈസി ആയിട്ടുള്ള, തെരുവിൽ നിൽക്കുന്ന ഒരു സെക്സ് വർക്കറെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് പണം സമ്പാദിക്കുന്ന ഒരു കാര്യമല്ല. മറ്റൊന്ന്, ഈ പബ്ലിക് നമ്മളെ കാണുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേട്. പലരും മാസ്ക് വെച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റിൽ ഇതൊരു എന്താ പറയുക, ചോയ്സോ ഓപ്ഷനോ ഒന്നും അല്ല, അല്ല, റിസ്ക് ആണ്. ഇപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനേ ഇല്ലാത്തത് കൊണ്ട് മാത്രം വേറൊരു, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാവേണ്ട വരും. ഡെഫിനറ്റ്ലി. ഇപ്പം നമുക്ക് ഇപ്പം ഒരു ഫാമിലി സിസ്റ്റം ഇല്ലാത്ത, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഞാൻ സ്വന്തമായി വാടകയ്ക്ക് വീട് കിട്ടത്തില്ല. അഥവാ വാടക കിട്ടണമെങ്കിൽ എനിക്ക് നല്ല പണം കൊടുക്കണം, എനിക്ക് വസ്ത്രം വേണം, എനിക്ക് ഭക്ഷണം കഴിക്കണം, എനിക്ക് പുറത്തോട്ട് പോകാൻ യാത്രയ്ക്ക് ചിലവ് വേണം, എൻ്റെ മരുന്നുകൾ, ഹോർമോൺസ്, എനിക്ക് മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്, ലേസർ പോലുള്ള ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പണം വേണം. ഇതൊന്നുമില്ലാത്ത ഞാൻ ഇങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നത് അത് സുഖത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ഡെയിലി ലൈഫിന് വേണ്ടി, ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ ശരിക്കും ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടല്ല എന്ന്. അപ്പൊ പലപ്പോഴും കരഞ്ഞുകൊണ്ടായിരിക്കുമോ ഇതിന് നിന്ന് കൊടുക്കുന്നത്? എല്ലാവരും ഇപ്പോൾ ഒരു ലൈംഗിക തൊഴിൽ കഴിഞ്ഞു വന്ന ഒരു ലൈംഗിക തൊഴിലാളിയായിട്ടുള്ള ഒരു ട്രാൻസ് വ്യക്തിയോട്, ഒരു സ്ത്രീയോട് ചോദിച്ചാൽ അവരാ കഴിഞ്ഞു വന്ന സമയം ഇങ്ങനൊരു ജീവിതം എന്തിനാന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഭൂരിപക്ഷവും. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ഹൈ ക്വാളിറ്റി ആയിട്ട് വളരെ ഒരു ഹൊറിസെൻ്റലൊക്കെ ആയിട്ടുള്ള ഒരു ലൈഫ് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കണം. ഒരു ഹോട്ടൽ റൂമിലോ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ലൈംഗിക തൊഴിൽ ചെയ്യുന്ന ആളുകൾ, ഓൺലൈനൊക്കെ ആയിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഒരു പോഷ് ലൈഫ് ഒക്കെ. യാ ഡെഫിനറ്റ്ലി അവർക്കൊക്കെ പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും അവരുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടായിരിക്കും. ഞാൻ എന്തിനാണ് ഇത്രയധികം പേരുടെ കൂടെ, കാരണം ഒരു ദിവസം എന്തായാലും ഒരു 5-6 പേരെ നമ്മൾ കാണേണ്ടി വരില്ലേ? അപ്പോൾ ഒരു മാസം എത്ര പേരായിരിക്കും? ഞാൻ ആലോചിക്കുന്നത് ഈ സെക്സ് വർക്കറെ കുറിച്ച് പരിതപിക്കുന്ന ആളുകളുടെ ചുറ്റുമുള്ള ആ വരുന്ന ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ വിവാഹം കഴിഞ്ഞവരുണ്ട്, വിവാഹം കഴിയാത്തവരുണ്ട്. ഇപ്പോൾ പല സമയത്തൊക്കെ ഈ സെക്സ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യമാരെ കോളൊക്കെ വരും, ഇവരത് കട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളം പറയും നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ. അപ്പം നമ്മൾ വിചാരിക്കും ഇത് കല്യാണം കഴിയാത്തവരാണ്. അല്ല, കല്യാണം കഴിഞ്ഞവരാ ഭൂരിപക്ഷം വരുന്നത്. അപ്പോൾ സ്ത്രീ ആയിട്ടുള്ള ആളുകളിൽ നിന്നുള്ള എന്ത് സുഖം കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ ട്രാൻസ് വ്യക്തികളുടെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ വന്നിട്ട് ഈ സെയിം ആളുകൾ തന്നെ വന്ന് ഓൺലൈനിൽ കമന്റ് കേട്ടോ, ഡെഫിനറ്റ്ലി. അപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ട്രാൻസ് ഐഡൻറ്റിറ്റി അല്ലാതെ ക്രോസ് ഡ്രസ് ആയിട്ടുള്ള ഗേ ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ സെക്സ് വർക്കിന് വരാറുണ്ട്. ഒന്നിപ്പോൾ ട്രാൻസ്വുമൺ ആയിട്ടുള്ള ആളുകൾക്ക് പാർട്ട്നേഴ്സിന് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഭക്ഷണം പോലെ തന്നെ നീഡാണ് സെക്സ് എന്നുള്ളത്. അപ്പോൾ ഒരു ക്രോസ് ഡ്രസ്സർ ആയിട്ടുള്ള, ഇപ്പോൾ ഒരു ഫെമിനിറ്റി ഉള്ള ഫീമെയിൽ വേഷം ധരിച്ച ഒരാളെ കാണുമ്പോൾ ഒരു പുരുഷന് താല്പര്യം തോന്നുന്നതുകൊണ്ടാണ് അത് അവൈലബിൾ ആവുന്നത്. അപ്പം അങ്ങനെ വന്ന് അവർ ചിലപ്പോൾ സ്ഥലം ഇല്ലാതെ ആവുമ്പോൾ ഇത്തരം ക്രൂസിങ് സൈറ്റുകൾ വരാറുണ്ട്. അവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് സെക്സ്. അത് ചിലപ്പോൾ മറ്റ് അവിടെ സ്ഥിരം വരുന്ന ട്രാൻസ്വുമൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവും. മനസ്സിലായി. അവരാണ് ശരിക്കും ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത്. സുഖത്തിന് വേണ്ടിയിട്ടാണ്. അതെ, സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പം എൻ്റെ സുഖം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പുരുഷനെ കിട്ടണം. എനിക്ക് ചിലപ്പോൾ ഓൺലൈനിൽ കിട്ടത്തില്ല. ഞാനിപ്പോൾ ഒരു സാരി എടുത്ത് റോഡിൽ ഇറങ്ങി എനിക്ക് കിട്ടാമെന്നെങ്കിൽ ഞാനത് അവൈലബിൾ ആക്കുന്നതിൽ എന്താ തെറ്റ്? കാരണം ഞാനൊരു ഗേ ആണെങ്കിൽ എന്നെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ഞാനൊരു ട്രാൻസ്വുമൺ ആണ്, എന്നെ എല്ലാവരും കല്യാണം കഴിക്കുമോ? അതേസമയം എനിക്ക് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഒരാളായിട്ട് ലൈംഗിക ബന്ധം വേണം. അങ്ങനെ ഒരു അവൈലബിലിറ്റി എനിക്ക് വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? അതെ. അപ്പോൾ എനിക്ക് ഇപ്പം MG റോഡിൽ പോയി നിന്നു, അവിടെ ആരെങ്കിലും ഓപ്പൺ പ്ലേസിൽ നിന്ന് ഞാൻ ക്രൂസിങ് ആ സൈറ്റിൽ ചെയ്യുന്നതിനേക്കാളും ഓപ്പൺ പ്ലേസിൽ നിന്ന് അയാളെ പിക്കപ്പ് ചെയ്യുന്നതിൽ നല്ലത് ഇങ്ങനെ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് എനിക്ക് ഒരാളെ അവൈലബിൾ ആക്കുന്നതല്ലേ കുറച്ചും കൂടി എളുപ്പം. അതാണ് ചിന്തിക്കുന്നത് പലരും. അപ്പം അതൊരു റിസ്കി ഫാക്റ്റ് അല്ല ശരിക്കും, അതൊരു ഗതികേടാണ്. അപ്പോൾ ഞാനൊരു ട്രാൻസ്വുമൺ ആയിട്ട് എനിക്ക് എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ലേസറൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു സോക്കോൾഡ് സ്ത്രീ എന്ന് പറയുന്ന സംഭവത്തിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ ഏതെങ്കിലും ഒരു ആൺകുട്ടിയോ ഒരു പുരുഷനോ വരും. പക്ഷേ അതുപോലെ ആയിരിക്കത്തില്ല മറ്റൊരാൾ അവർ ചിലപ്പോൾ ഫെമിനിറ്റി ആയിരിക്കും അവരുടെ ശരീരത്തിൽ, അവരുടെ സർജറി ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല, അവർക്ക് ചിലപ്പം ഒരു സാരി എടുക്കാൻ പോലും ചിലപ്പോൾ അറിയുണ്ടാവില്ല, അവർ ചിലപ്പോൾ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കണം, മേക്കപ്പ് ഉപയോഗിക്കണം, ഹെയർ ഗ്രോത്ത് ചെയ്യാനൊന്നും ചിലപ്പോൾ അവർക്ക് അറിയുണ്ടാവില്ല, അതിന് പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അവർക്ക് ഇതാവശ്യമാണ്, ലൈഫിൽ ഇതാവശ്യമാണ്. അപ്പോൾ അവരത് അവൈലബിൾ ആക്കുന്നു. ഈ അബ്യൂസിങ്സ് ഒക്കെ ഇങ്ങനെ ഈ സെക്സ് വർക്ക്സിന് പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ആളുകൾ വന്ന് അബ്യൂസിങ്സ് ഒക്കെ കിട്ടാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് സിനാരിയോ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്?
ബാംഗ്ലൂരായിരിക്കുമ്പോഴാ. അപ്പം ഞാൻ ഒരു ഹമാമിലായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ബ്രോത്തൽസ്, അപ്പം അവിടെയൊക്കെ ബ്രോത്തൽസ് ലൈസൻസോട് കൂടിയിട്ടാണല്ലോ. അവിടെ നമുക്ക് പ്രശ്നം വന്നാൽ കുഴപ്പമൊന്നുമില്ല, കാരണം പോലീസ് അടുത്തുണ്ട്, പോലീസ് പ്രശ്നം. പിന്നെ അവിടുത്തെ നാട്ടുകാർക്കൊക്കെ അറിയാം ഇവിടെ ഇന്നതാ നടക്കുന്നതെന്നുള്ളത്. പിന്നെ അവിടെ വളരെ ഓപ്പൺ ആണ്, നമ്മുടെ ഇവിടുത്തെ പോലെ പേടിയൊന്നുമില്ല. ഇപ്പൊ ഒരു ക്ലയന്റ് വരികയാണെങ്കിൽ അയാൾ ധൈര്യത്തോടു കൂടി നടന്നു വരും, പൈസ തരും, ഒളിയും മറയൊന്നുമില്ല, അങ്ങനെ എല്ലാവർക്കും അറിയാം. പിന്നെ കൂടുതലും വരുന്നത് ഈ ദീർഘദൂര യാത്ര ചെയ്യുന്ന ട്രക്ക് ഡ്രൈവേഴ്സ്, അങ്ങനെയുള്ള ആളുകളാണ്, ലോറി. അപ്പൊ അവർക്ക് എപ്പോഴും അവൈലബിൾ ആവണല്ലോ, ഇതൊരു സാധ്യതയാണ്. അവർ വീട് വിട്ടൊക്കെ വരുന്ന ആളുകളാണ് പലരും. അപ്പം അതുകൊണ്ട് ഇതൊരു ഓപ്ഷനാണ് പലർക്കും. അതുകൊണ്ട് അവരത് ചെയ്തു പോകുന്നു. അവിടെ വലിയ ബാർഗെയിനിങ്ങോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ ഹമാമിൽ നിൽക്കുന്നതിന് മുമ്പ് 1-2 ദിവസം അവിടെ ഒരു ക്രൂസിങ് സൈറ്റ് ഉണ്ട്. അതെന്ന് വെച്ചാൽ മെയിൻ റോഡാണ്, കുറച്ചുകൂടി IT ഫീൽഡാണ്. അപ്പം അവിടെ പോകുമ്പോൾ ഞാനിങ്ങനെ പോവാണ്. അപ്പം എൻ്റെ കൂടെ വേറൊരു ട്രാൻസ് വുമൺ ഉണ്ട്. അപ്പം ഞങ്ങളൊരു പുഴ എന്ന് പറയാൻ പറ്റില്ല, അതൊരു പുഴയായിരുന്നു, പക്ഷെ അതൊരിപ്പോൾ വേസ്റ്റ് ഇടുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞാനും ആ കുട്ടിയും കൂടി ക്രൂസിങ് സൈറ്റിൽ നിൽക്കുകയാണ്. അപ്പം അവിടെ ഒരു സെക്സ് വർക്കറായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പം ആ സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. അവൾക്ക് ഒരു 10-18 ആയിട്ടുള്ളൂ, ആവുന്നേ ഉള്ളൂ, അത്രയും ചെറുപ്പത്തില്. കൊച്ചുകുട്ടിയാണ്, ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ അവിടെയൊക്കെ അങ്ങനെ സ്ത്രീകൾക്കൊന്നും വലിയ റൈറ്റ് ഒന്നുമില്ല, ഓൺലി 500 അങ്ങനെയൊക്കെ. 100 റുപ്പീസിനൊക്കെ അവിടെ സ്ത്രീകൾ പോകും. അത്രയും കുറവാണ് അവിടെ. ട്രാൻസ്വുമണിന് കുറച്ചും കൂടി മെച്ചപ്പെട്ട പൈസ കിട്ടും. അപ്പം ഈ പെൺകുട്ടീനെ പ്രേമിച്ചൊരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ നല്ല ഡ്രഗ് ഉള്ള ഒരാളായിരുന്നു. അപ്പം അവൻ ഒരു ദിവസം വന്ന് ഈ കുട്ടീനെ ആസിഡ് ഒഴിച്ചപ്പോൾ ഞങ്ങളാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ എൻ്റെ കൂടെ നിന്ന ട്രാൻസ്ഫോമർ പറഞ്ഞു, ഓടിക്കോ, ആ കുട്ടി ഇനി കേസൊക്കെ ആയാലും നമ്മൾ പോണ്ടി വരും, നമ്മൾ പോലീസിൽ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഓടണ്ട, നമുക്ക് ആ കുട്ടീനെ എന്തെങ്കിലും ഇത് ചെയ്യാൻ. ഞാൻ എൻ്റെ മൊബൈലിൽ വിളിച്ചിട്ട് പോലീസ് വണ്ടീനെ വരുത്തി. പോലീസ് വണ്ടി വന്ന വഴിക്ക് അവരുടെ സ്വഭാവം മാറി. അവർ വിളിച്ചപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചു. ഇവിടെ ഒന്ന് സ്വഭാവം മാറി, നിങ്ങളും കയറുന്നു പറഞ്ഞു. ഞങ്ങൾ വരില്ല, നിങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം എനിക്ക് ലൈറ്റായിട്ട് കന്നഡ അറിയത്തുള്ളൂ ആ സമയത്ത്, തുടക്കമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അവർ പറഞ്ഞു പറ്റില്ല, നിങ്ങളും കയറാൻ പറഞ്ഞു. അപ്പോൾ അന്നൊക്കെ പുരുഷ പോലീസാണ് നമ്മളെ കൈകാര്യം ചെയ്തിരുന്നത്, സ്ത്രീ പോലീസല്ല. ഞാനോ അവള് പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടി ഓടി. അവിടുന്ന് ഓടിയപ്പോൾ 2-3 പോലീസ് പിന്നാലെ വന്നു. ഞങ്ങൾ ഒളിച്ചിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് വണ്ടി പോയി ആ സ്ത്രീനെയും കൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റു. അതൊക്കെ വലിയൊരു കാടായിരുന്നു കേട്ടോ, കാടിൻ്റെ സൈഡിലായിരുന്നു ഈ പുഴ ഉണ്ടായിരുന്നത്. അതൊക്കെ അവിടെ നിന്ന് എണീറ്റ് നടന്ന് വരുന്ന് ഞങ്ങൾ വീണ്ടും നടക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ബാക്കിൽ ബൈക്കിൽ പോലീസുകാർ ഓടിയിട്ട് ഞാനും ഈ ട്രാൻസ്വുമണും കൂടി പാറയമ തട്ടി പുഴയിലേക്ക് വീണു. അത് ശരിക്കും പുഴയല്ലായിരുന്നു, ശരിക്കും ചെളിക്കുണ്ടായിരുന്നു. അതിന് ആ ട്രാൻസ്വുമന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അവളാച്ച നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി ആ ചെളിയിൽ വീണു, കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ പുലർച്ചയ്ക്ക് എപ്പോഴാണ് എനിക്ക് പോകുന്നത്. ശരിക്കും അപ്പം ആ നിമിഷം ആലോചിച്ചു അവിടെ വീണ് ചത്താൽ മതിയെന്ന്. അത്രയൊരു ഭീകര, കാരണം ആ ചെളിയിൽ അത്രയും ഞങ്ങളിരുന്ന് അവളെ വായ ഞാൻ പൊത്തി. അവള് കരയാണ് നല്ലോണം. അവർക്ക് ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ശരിക്കും. അവളാണെങ്കിൽ ഒരു 17-16 വയസ്സിൽ ദായമ്മക്കായി ചെയ്തൊരു ട്രാൻസ്വുമണാ.